മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. അവസാന നാളാകുമ്പോൾ ചില ദജ്ജാലികളായിട്ടുള്ള അങ്ങേയറ്റം കളവ് പറയുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ പ്രത്യേകത എന്താണ്? യത്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. അവർ കൊണ്ടുവരുന്ന ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചില ഹദീസുകൾ പറയും. കച്ചവടത്തിന്റെ ലാഭത്തിനു വേണ്ടി, അല്ലെങ്കിൽ അവരുടെ വീഡിയോകൾ ആളുകൾ കാണുന്നതിനു വേണ്ടി ചില സന്ദർഭങ്ങളിൽ ആയത്തുകൾ ഉപയോഗിക്കും, ഹദീസുകൾ ഉപയോഗിക്കും. എന്നാൽ സഹാബാക്കളോ പ്രവാചകനോ ആ ഒരു വചനം കൊണ്ട് ആ ഒരു അർത്ഥം ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ആ ഒരു പദത്തിൽ നിന്ന് അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും എടുക്കാൻ കഴിയുകയില്ല. അത്തരത്തിലുള്ള ഹദീസുകൾ പറഞ്ഞുകൊണ്ട് കളവ് പ്രചരിപ്പിക്കുന്നവരായിരിക്കും അവർ. നിങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കളോ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ പ്രചരിപ്പിക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇയ്യാകും വഇയ്യാഹും, നിങ്ങൾ അവരെ സൂക്ഷിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, കളവിനെ കുറിച്ച് ഇസ്ലാം നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കളവൊരിക്കലും ഒരു സത്യവിശ്വാസിയുടെ വാക്കിൽ നിന്ന് വരാൻ പാടുള്ളതല്ല. നമ്മുടെ ലാഭത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുനിയവിയായ എന്തെങ്കിലും ലാഭത്തിനു വേണ്ടി കളവ് പറയുക എന്നത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല.